ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത് നിങ്ങളുടെ ഒരു ചെറിയ വചനം പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ്. വീണ്ടും ഒരു നോമ്പിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനയിലൂടെയും നന്ദി നിറഞ്ഞ ഹൃദയത്തിലൂടെയും നമുക്ക് ഒരു പുതിയ നോമ്പ് കാലത്തെ വരവേൽക്കാം. പരസ്പര സ്നേഹത്തിൻ്റെയും വർജനത്തിൻ്റെയും ഒരു നോമ്പായി തീരട്ടെ ഇത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിലൂടെ ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് വേർതിരിച്ചിരിക്കുന്ന വേദഭാഗം എന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 11 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങൾ. ഇതിൽ 19-ാം വാക്യം നമുക്ക് കുറുവാക്യമായി എടുക്കാം. എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ഒരു നടന്ന കഥ കാണുവാനായിട്ട് സാധിക്കും. യേശു യെരുശലേമിലേക്ക് പോകുന്ന സമയത്ത് ശമര്യയിലേക്കും ഗലീലയ്ക്കും നടുവിൽ കടക്കുമ്പോൾ അവിടെ ഒരു 10 പുരുഷന്മാർ യേശുവിനോട് നിലവിളിച്ചു പറയുകയാണ്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന്. അതിന് യേശു അവരോട് തിരിച്ചു പറയുകയാണ്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന്. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. നമ്മളെല്ലാവരും ഇങ്ങനെ ശുദ്ധരാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അവർ ദൈവത്തിൽ വിശ്വസിച്ചു. അതിനുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതായി കാണുവാനായിട്ട് സാധിക്കും. നിലവിളിക്ക് ഉത്തരം തരുന്ന കർത്താവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അവർക്ക് വിശ്വാസം ദൈവത്തോടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അവർക്ക് വിശ്വാസം ലഭിച്ചതിൻ്റെ ഒരു നന്ദി അവർക്ക് ഇല്ലായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ ദൈവത്തെ അനുസരിച്ചു, പക്ഷെ നന്ദി പറയുവാൻ മറക്കുന്നതായി കാണുന്നു. ചിലപ്പോൾ തങ്ങളുടെ അസുഖങ്ങൾ മാറിയതിന്റെ സന്തോഷം കൊണ്ടാവാം അവർ യേശുവിനെ നന്ദി പറയാൻ മറന്നത്. എന്തായാലും 10 പേരിൽ 9 പേരും പോയി. എന്നാൽ ഒരാൾ മാത്രമാണ് തിരിച്ച് യേശുവിനോട് നന്ദി പറയാനായി വന്നത്. അപ്പോൾ അവനുണ്ടായിരുന്ന വിശ്വാസം എന്ത് വലിയതായിരുന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അവൻ തിരിച്ചു വന്ന് യേശുവിന്റെ കാലിൽ കവിണ്ണു വീണ് യേശുവിനോട് നന്ദി പറയുന്നതായി കാണുന്നു നമുക്കിവിടെ. അവൻ കൃതാർത്ഥതയുള്ള ഹൃദയമുള്ളവനായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ബാക്കിയുള്ളവർ അവനെ വിട്ടുപോയാലും അവൻ യേശുവിനെ മറന്നില്ല. അസുഖം മാറിയപ്പോൾ അവർ എല്ലാവരും പോയി. എന്നാൽ അവന് സൗഖ്യം വന്നത് കണ്ട് അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് യേശുവിനോട് നന്ദി അറിയിച്ചു. ആരോഗ്യം ലഭിച്ചവർ പോയി. എന്നാൽ യേശുവിന്റെ കാൽവരിയിൽ വീണുപറ്റി സ്തുതിച്ച ഒരാൾ മാത്രമാണ് യേശു പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. രോഗമുക്തിയേക്കാൾ വലിയൊരു അനുഗ്രഹം ലഭിച്ചവൻ ആകാൻ നമുക്കും കഴിയും. നമുക്കും ഇങ്ങനെ ക്രിസ്തുവിനോട് കൃതാർത്ഥരായി തീരുവാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിച്ച് മുന്നേറേണ്ടത് ആവശ്യമാണ്. തിരികെ യേശുവിനോട് നന്ദി പറയാൻ വന്ന ശമര്യക്കാരനോട് യേശു ചോദിക്കുന്നുണ്ട്, എവിടെ ബാക്കിയുള്ള 9 പേരും? ഈ അന്യജാതിക്കാരനല്ലാതെ വേറെ ആരും തിരിച്ചു വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. യേശു പിന്നെയും പറഞ്ഞു, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന്. 9 പേരുടെ വിശ്വാസത്തെക്കാൾ ഏറെയായിരുന്നു ആ ശമര്യക്കാരന്റെ വിശ്വാസം എന്നത്. ഇതുപോലെ നമുക്കും യേശുവിൽ വിശ്വസിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. മറന്നു കളയുന്നവരെ പോലെയല്ല, മറിച്ച് സ്നേഹവും അതുപോലെ വിനയവുമുള്ളവരായി തീരുവാൻ നമുക്ക് സാധിക്കണം. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയുവാൻ സാധിക്കുന്നുണ്ടോ? അതോ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് മറക്കുന്നവരാണോ നമ്മൾ? ദൈവം നമ്മെ എപ്പോഴും അനുഗ്രഹിക്കുന്നു. നാം അതിന് നന്ദി പറയുമ്പോഴാണ് അതിൻ്റെ സത്യമായ ഫലങ്ങൾ അനുഭവപ്പെടുവാൻ കഴിയുക. ഇന്നു മുതൽ ദൈവത്തോട് നന്ദിയും വിശ്വാസമുള്ള ഒരു ജീവിതവും നമുക്ക് നയിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ നാഥ, നീ തന്ന സൗഖ്യം മറന്ന് പോകുന്നവരെ പോലെയല്ല, നീ തന്ന അനുഗ്രഹം ഞങ്ങൾ മനസ്സിലാക്കി അതിൽ സന്തോഷിച്ച് നിനക്ക് നന്ദി കരയേറ്റുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.